അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, ഇത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രവൃത്തി അല്ലല്ലോ ഈ നമസ്കാരമൊക്കെ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ദൃശ്യങ്ങൾ ഇറങ്ങി വരാനുള്ളൊരു ഒരു ചെറിയ സമയം നമ്മുടെ മുന്നിൽ വേണം. പക്ഷേ വളരെ കൃത്യമായി ഇന്നലെ വന്ദേ ഭാരതിൽ നമ്മൾ കണ്ടതെന്താണ്? ആ കുട്ടികൾ ഈ രാജ്യത്തിൻ്റെ വികസനം കണ്ട്, ഈ രാജ്യത്തുണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ട് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അവർ അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ഈ രാജ്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഈ പുതിയ മുകുളങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് വളരെ കൃത്യമായി അവർ പറയുകയാണ്. അവർ അങ്ങനെ ഒരു ഗാനം ആലപിക്കുമ്പോൾ ഇവിടെ ആർക്കാണ് പ്രശ്നമുണ്ടായിട്ടുള്ളത്? അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വിമർശിക്കാം. നോക്കൂ, ഒന്നാമത്തെ കാര്യം, ഇവിടെ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസ ഗാനമോ പ്രാർത്ഥനാ ഗീതമോ അല്ല കുട്ടികൾ ആലപിച്ചിട്ടത്. അതൊരു ദേശഭക്തി ഗാനമാണ്. ആ ഗാനത്തിൽ RSSനെയോ BJPനെയോ പുകഴ്ത്തുന്ന ഒരു വരി പോലും ഇല്ല. ആ ഗാനത്തിലുള്ളത് ഭാരതം എന്ന് പറയുന്ന ദേശത്തെ പുകഴ്ത്തുന്ന വരികളാണ്. ആ ഗീതത്തിൽ BJPയുടെ RSSന്റെ ഏതെങ്കിലും നേതാക്കന്മാരെയോ ഏതെങ്കിലും പ്രചാരകന്മാരെയോ ഏതെങ്കിലും സംഘചാലകന്മാരെയോ ഒന്നും പുകഴ്ത്തുന്ന ഒരു വരി പോലും ഇല്ല. അതിലുള്ള ആരെ പുകഴ്ത്തുന്ന വരികളാണ് അതിലുള്ളത്? ഭഗത് സിംഗ്, ഝാൻസി റാണി, രാമസിംഹൻ, രാമദാസൻ, വിവേകാനന്ദൻ, ശ്രീനാരായണ ഗുരുദേവൻ, അരവിന്ദ മഹർഷി തുടങ്ങിയിട്ടുള്ള ഈ രാജ്യത്തിന്റെ നേതാക്കന്മാരെ വാഴ്ത്തുന്ന വരികളാണ്. അതിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മാത്രം പ്രശംസിക്കുന്ന വരികളോ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഇകഴ്ത്തുന്ന വരികളോ ഇല്ല. പലതരമെങ്കിലും ഒരൊറ്റ മനസ്സായി ഒന്നു ചേരുന്ന മുഴുവൻ ആളുകളെയും ഒന്നിച്ച് കാണുന്ന, ഇവിടെ ഭാരതം ഉണരുന്നു, ഭാരതത്തിന്റെ വിജയത്തെ പറ്റി പറയുന്നൊരു ഗാനമാണ്. അതുപോലും ഇവർക്ക് മതാത്മകമാണ്. കാരണം എന്താ, അതിൽ ഹിന്ദു ബിംബങ്ങളോ ഹിന്ദു ശബ്ദങ്ങളോ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് RSSന്റെ ശാഖയിൽ പാടുന്നത് കൊണ്ട് അത് മതാത്മകമാണ്. അത് പൊതുസ്ഥലത്ത് ഉപയോഗിക്കരുത്. അവിടെ ഒരു ഉന്നയിക്കുന്ന വാദം, എല്ലാ വിഭാഗങ്ങളുടെയും നികുതി പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പൊതുസ്ഥലങ്ങളിൽ വിശ്വാസപരമായിട്ടൊന്നും വരാൻ പാടില്ല എന്നാണ്. ഈ സമയത്ത് ഈ പറയുന്ന റെയിൽവേയിൽ തന്നെ നിസ്കാരത്തെ പറ്റി ചോദിക്കുമ്പോൾ ഈ പറയുന്ന നികുതി ഉപയോഗിക്കുന്ന സ്ഥലത്ത് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ പാടില്ലെന്നുള്ള വാദം ഇവർക്കില്ല. നോക്കൂ, ആളുകൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവരുടെ സ്വന്തം സ്ഥലത്തിരുന്ന് നിസ്കാരമോ മറ്റു പ്രാർത്ഥനയോ നടത്തുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല. ഞങ്ങൾ ഇതിനെ എതിർക്കല്ല. ഞങ്ങൾ നിങ്ങളുടെ വാദത്തിന്റെ ഇരട്ടത്താപ്പിനെയാണ് പറയുന്നത്. ഒരു സ്ഥലത്ത് വിശ്വാസപരമല്ല, പ്രാർത്ഥനാ സ്വഭാവത്തിലല്ലാത്ത ഒരു ദേശഭക്തി ഗാനത്തെ പോലും നിങ്ങളൊരു മതത്തിന്റെ അട്ടക്കൂടിൽ കൊണ്ട് തളയ്ക്കുകയും അത് പൊതുസ്ഥലത്ത് കൊണ്ടുവരാൻ പാടില്ലെന്ന് വാദിക്കുകയും ചെയ്യുന്നു. മറ്റൊരു സ്ഥലത്ത് 100% മതാത്മകമായിട്ടുള്ള ഒരു പ്രാക്ടീസിനെ നിങ്ങൾ ഭയം കൊണ്ട് അതിനെ എതിർക്കാൻ നിങ്ങൾ വിസമ്മതിക്കുകയും ചെയ്യുന്നു. ഈ ഇരട്ടത്താപ്പിനെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ആ കുട്ടികൾ വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള പാട്ടാ പാടിയത്. ഇന്ത്യൻ റെയിൽവേ ഇവരെ ചുമതലപ്പെടുത്തിയതല്ല നിങ്ങൾ ഇവിടെ വന്നിട്ട് നാളെ ഈ പറയുന്ന ഗണഗീതം പാടണമെന്ന്. അവിടെ വന്നിട്ടുള്ള ആളുകളിൽ നിന്ന് അവരോടൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അവർ പാടി. അത് ചിലപ്പോൾ ഒരു ക്രിസ്ത്യൻ ഭക്തിക്കാരാണ് പാടിയെന്ന് വിചാരിക്കുക. ഇസ്രായേലിൽ നാഥനായി വാഴും മേഘ ദൈവം എന്നുള്ള പാട്ടാണ് അവർ പാടിയെങ്കിൽ അതായിരിക്കും ഇന്ത്യൻ റെയിൽവേയുടെ ട്വിറ്റർ ഹാൻഡിൽ വരിക. അപ്പൊ നിങ്ങൾ അതിനെ എങ്ങനെ എതിർക്കുക? ഇസ്രായേലിന്റെ പേര് പറഞ്ഞതുകൊണ്ടാണ് എതിർക്കുക. പക്ഷെ അവർ ചിലപ്പോൾ ഒരു മുസ്ലിം ഒരു മാപ്പിള പാട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൗതുകമുള്ള പാട്ടോ ആയിരിക്കും പാടിയതെങ്കിൽ അതായിരിക്കും വരിക. ഇവിടെ ഇന്ത്യൻ റെയിൽവേ ഔദ്യോഗികമായിട്ട് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഗണഗീതം ക്രമീകരിച്ചതല്ലല്ലോ. അവിടെ വന്നിട്ടുള്ള കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിയതിന് അത് രാജ്യത്തെ പ്രശംസിക്കുന്ന ഒരു പാട്ടാണ്. അത് ഏതെങ്കിലും വിഭാഗത്തിന് എതിരല്ല എന്നിരിക്കെ അത് RSSന്റെ ശാഖയിൽ പാടുന്നു എന്നൊരു വലിയ പ്രശ്നമാക്കി എടുത്തിട്ട് നിങ്ങൾ ഈ പറയുന്ന വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനോഭാവം വെളിപ്പാക്കുന്നത് നിങ്ങളുടെ പ്രശ്നം RSSനോടോ BJPയോടോ സംഘപരിവാറിനോടോ അല്ല. നിങ്ങളുടെ പ്രശ്നം ദേശീയതയോടാണ്. നിങ്ങളുടെ പ്രശ്നം ഈ രാജ്യത്തിന്റെ പ്രധാനമായിട്ടുള്ള സങ്കേതങ്ങളോടും സങ്കല്പങ്ങളോടുമാണ്. നിങ്ങളുടെ പ്രശ്നം ഭാരതമാതാവ് എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസധാരയോട് തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ ഈ പറയുന്നത് പോലെ മതേതരത്വത്തിന്റെ നിലപാട് മറ്റു മതങ്ങളുടെ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് ഇല്ലെന്നാലും ഈ ഇരട്ടത്താപ്പ് ഇവിടെ വളരെ പ്രകടമായി പുറത്തു വന്നിരിക്കുകയാണ് എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സമാനമായിട്ട് എത്രയോ സംഭവങ്ങൾ എനിക്ക് എടുത്തു കാണിക്കാൻ പറ്റും. പൊതുസ്ഥലങ്ങളിൽ മതാത്മകമായിട്ടുള്ള ചിഹ്നങ്ങളെയും ബിംബങ്ങളെയും ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ JNU സമരം നടക്കുന്ന സമയത്ത് ആസാദിക്കാരുടെ പ്രധാന പാട്ട് എന്ന് പറയുന്നത് ഫൈസ് അഹമ്മദ് ഫൈസ് എന്ന് പറയുന്ന പാകിസ്ഥാൻ കവിയുടെ ഒരു സെക്കൻഡ്, നമ്മളിപ്പോ ഈ പറഞ്ഞ ഈ നമസ്കാരം, ട്രെയിനിലെ നമസ്കാരത്തിന്റെ വിഷ്വൽ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. അതുകൂടി ഒന്ന് കണ്ടുപോകൂ അഡ്വക്കേറ്റ് സതീഷ് വസന്ത്. എന്നിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്യൂ, എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നതെന്ന്. ശങ്കുട്ടിദാസ്, അങ്ങേക്ക് തുടരാം. അല്ല, ഞാൻ പറയുന്നത് JNU സമരം നടക്കുന്ന സമയത്ത് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ പുരോഗമനവാദികൾ മുഴുവൻ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ഗീതമായിട്ട് ഈ പറയുന്ന ഫാസിസ്റ്റ് വ്യവസ്ഥയെ മുഴുവൻ തകർത്തുകൊണ്ട് നമ്മൾ ഇതിനെല്ലാം അതിജീവിക്കുമെന്ന് പറയാനുള്ളത് ഗീതമായിട്ട് സ്കൂളുകളിൽ, കോളേജുകളിൽ, അതേപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ ഒക്കെ പാടിയിരുന്ന പാട്ട് ഹം ദേഖേംഗെ എന്ന് പറയുന്ന ഗാനാണ്. ആ ഹം ദേഖേംഗെ എന്ന് പറയുന്ന ഗാനത്തിൽ ഒരു വരി ബസ് നാം രഹേഗ അല്ലാഹ് കാ എന്നാണ്.
അതായത് ഒടുവിൽ അള്ളാഹുവിന്റെ പേര് മാത്രമേ അവശേഷിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇത് പാകിസ്ഥാൻ കവിയായിട്ടുള്ള ഫൈസ് അഹമ്മദ് ഫൈസ് എഴുതിയിട്ടുള്ള വരികയാണ്. അവിടുത്തെ മർദ്ദക ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഭരണം, മതാത്മകമായിട്ടുള്ള അള്ളാഹുവിന്റെ ഭരണം വരുമെന്ന് പറയുന്ന പാട്ടിനെയാണ് ഇവിടുത്തെ ആസാദി മുദ്രാവാക്യക്കാർ ഏറ്റെടുത്ത് പാടിയത്. അന്ന് അതിന് ബസ് നാം രഹേഗ അള്ളാക്ക എന്നുള്ള വരിക്ക് വിമർശനം വന്നപ്പോ ഇവര് പറഞ്ഞത് അള്ളാഹ് എന്ന് പറയുന്ന അറബിക് ശബ്ദത്തിന് ദൈവം എന്നേ അർത്ഥമുള്ളൂ, ഏതെങ്കിലും ഒരു മതത്തിന്റെ ദൈവം എന്ന് പറയുന്നില്ല. അത് നമ്മൾ കണ്ടക്സ്റ്റിൽ നമ്മൾ അത് മുസ്ലിങ്ങളുടെ ദൈവമായി കണക്കാക്കുന്നെങ്കിലും ഒരു വിശ്വമാനവതയുടെ വീക്ഷണകോണിൽ നോക്കുമ്പോൾ അത് എല്ലാ ദൈവങ്ങളും ഉൾക്കൊള്ളുന്നതൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഇത് പറയുന്ന ആളുകൾക്ക് നാം രഹേ അള്ളാഹ എന്നുള്ള പാട്ട് നാട് മുഴുവൻ പാടി നടന്നിരുന്ന ആളുകൾക്ക് ഇപ്പൊ നോക്കൂ, എന്താണ് ഭാരതമാതാവിനെ പുകഴ്ത്തുന്ന ഒരു ഗീതം ഒരു പരിപാടിയിൽ കുട്ടികൾ പാടുന്നത് പോലും വലിയ ഒഫൻസായി മാറുന്നുണ്ടെങ്കിൽ ഇവരുടെ ഡബിൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു, ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് അത്രമേൽ വ്യക്തമാണ്. അത് ലജ്ജാകരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. ഇത് നോക്കൂ, ഇത്തരത്തിൽ ഒരു ട്രെയിനിനകത്ത് ആളുകൾ നടന്നു പോകുന്നിടത്ത് ഇത്തരത്തിൽ നിസ്കാരപ്പായ വിരിച്ച് ഇത്തരത്തിൽ നമസ്കരിക്കുമ്പോൾ ഒരു പ്രശ്നവും ആർക്കും ഉണ്ടാകുന്നില്ല. ഇതാണ് നമ്മൾ ഈ രാജ്യത്ത് കാണുന്ന ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ശ്രീ ആർ വി ബാബു, ഇത് തന്നെയാണ്. ഒരു സെക്കൻഡ്, ഞാൻ അങ്ങേലേക്ക് എത്താം. സതീഷ് വസന്ത്, ഞാൻ അങ്ങേലേക്ക് എത്താം. ശ്രീ ആർ വി ബാബു, ഇതാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ കാണിച്ച ദൃശ്യമുണ്ടല്ലോ, ആ ദൃശ്യത്തിൽ അവര് മറ്റുള്ളവരുടെ വഴി തടഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കുന്നത് എന്നുള്ളത് കാണാമല്ലോ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലല്ല, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് നടത്തുന്നത് കാണുന്നുണ്ടല്ലോ. ഇത് തെറ്റാണെന്ന് പറയാൻ വസന്തിന് ധൈര്യമുണ്ടോ? പ്രാക്ടീസ് ധൈര്യമുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ശംഖു, അല്ല, ഞാൻ BJP വക്താവിന്റെ അടുത്ത് ഞാൻ പറയുന്നത്, നമ്മൾ ശബരിമല സീസണിൽ ഞാൻ ചിലപ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആന്ധ്രയിൽ നിന്നൊക്കെ പറഞ്ഞേക്കോ, അല്ല ഞാൻ പറഞ്ഞേ അവിടെ ശബരിമലയില് അല്ലല്ല ശബരിമല അവരെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഈ ശബരിമലയിലെ തീർത്ഥാടകർ, ഞാൻ പറഞ്ഞിട്ട് തീർത്ഥാടകർ അവര് പാട്ടും പാടി ശബരിമല തീർത്ഥം അവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവർ കുളിച്ചെടുത്ത് നടക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് തെറ്റെന്താ? ഇവിടെ ഒരു വേറൊരു സെക്കൻഡ് കൊണ്ട് തീരുന്ന ഈ ഒരു സംഭവത്തിൽ എന്താണ് തെറ്റുന്നത്? അതുപോലെയാണ് ഒരു പൊതുയോഗം എന്ന് പറയുന്നത്, ഒരു പൊതു പരിപാടി എന്ന് പറയുന്നത്. നിങ്ങൾ ഈ രണ്ട് ഇതാണ് കുഴപ്പങ്ങളെന്നേ. ഇപ്പം അല്ല ഞാൻ ശ്രീ ആർവി അല്ലല്ല ഇവിടെ പൊതുപരിപാടിയിൽ ഇങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ എന്റെ സ്വകാര്യതയില് ഞാൻ പറഞ്ഞ അല്ല നിലിമ, ഞാൻ ഒരു കാര്യം പറ്റും, ഞാൻ എന്റെ സ്വകാര്യതയില് എന്റെ ക്ഷേത്രത്തിൽ ചെന്ന് ഞാൻ പാട്ട് പാടും. പക്ഷെ അത് പരിപാടിയിൽ വരുമ്പോഴാണ് അത് പ്രശ്നം വന്നത്. അത് എന്തിനാണ് ഞാൻ പറയട്ടെ, പൊതുപരിപാടിയിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ എങ്ങനെയാണ് അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? നിങ്ങൾ RC ശാഖയിലോ നിങ്ങൾ BJP ഇതിലോ അല്ലെങ്കിൽ നിങ്ങളെ പരിപാടിയിൽ ചെയ്തോ? ട്രെയിനാണ്, ഒന്ന് വന്ദേ ഭാരതിലും ഒന്ന് UP-യിലെ ഒരു ട്രെയിനിന്റെ അകത്തെ ദൃശ്യങ്ങളുമാണ് കണ്ടത്. അവിടെ വളരെ കൃത്യമായി വന്ദേ ഭാരതിൽ ഈ കുഞ്ഞുങ്ങൾ നിന്ന് ഒരു സൈഡിൽ നിന്ന് അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഗാനം ആലപിക്കുന്നു. ഇപ്പുറത്തെന്താണ് നടക്കുന്നത്? ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന രാഷ്ട്രീയ എന്താണ് എന്ന് വളരെ കൃത്യമായി നാട്ടുകാർക്ക് മനസ്സിലാക്കും.